ഹലോ ഗൈസ്, ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ടാങ്കാണിത്. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു ഗോൾഡ് ഫിഷ് ടാങ്ക് സെറ്റപ്പ് എന്നുള്ളത്. ഇത് വളരെ മിനിമലിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം ഞാനൊരു മാറ്റ് ടേബിൾ വിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്താണ് നമ്മൾ അക്വേറിയം വെക്കുന്നത്. അല്ലാതെ അക്വേറിയം വെച്ച് കഴിഞ്ഞാൽ ആ വാട്ടറിൻ്റെ പ്രഷർ മൂലം ചിലപ്പോൾ അക്വേറിയത്തിൻ്റെ ഡാമേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ ഏകദേശം 100-120 ലിറ്റർ കൊള്ളുന്ന ഒരു അക്വേറിയമാണ് യൂസ് ചെയ്യുന്നത്. ഗോൾഡ് ഫിഷിന് കുറഞ്ഞത് 75 ലിറ്ററെങ്കിലുള്ള ഒരു അക്വേറിയം അത്യാവശ്യമാണ്. ഇനി അക്വേറിയത്തിൻ്റെ ബാക്കിൽ നമുക്കൊരു ഫോയിൽ പേപ്പർ ഒട്ടിക്കുക. അതിനായിട്ട് ഞാൻ സോപ്പ് വാട്ടർ സ്പ്രേ ചെയ്യുകയാണ്. ഇനി നമുക്ക് ബ്ലാക്ക് ഫോയിൽ പേപ്പർ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക. ഇത് ഒട്ടിച്ചെനിക്ക് വലിയ പരിചയമില്ല, എങ്കിലും ഞാൻ ശ്രമിക്കുകയാണ്. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവസാനം ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. വിചാരിച്ച പോലെ പെർഫെക്റ്റ് ആയില്ലെങ്കിലും ഞാനിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഞാൻ തിരിച്ചു വെച്ച് കാണിച്ചു തരാം. അവിടെ ഇവിടെയായിട്ട് കുറച്ച് എയർ ഗ്യാപ്സും കുറച്ച് സൈഡിൽ കുറച്ച് ഗ്യാപ്സും ഉണ്ടെങ്കിലും ഇതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ബ്ലാക്ക് ഫോയിൽ പേപ്പറിൻ്റെ പ്രധാന ഗുണമെന്ന് വെച്ചാൽ അക്വേറിയത്തിനൊരു ഡെപ്ത് നൽകാൻ ഇത് സഹായിക്കും. ഇനി ഞാനൊരു ലൈറ്റും കൂടെ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ അക്വേറിയത്തിൽ യൂസ് ചെയ്യുന്ന വൈറ്റ് സാൻഡ്. ഇതിൻ്റെ 5 കിലോയുടെ 2 പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. ഗോൾഡ് ഫിഷ് ടാങ്കിന് ഏറ്റവും ബെസ്റ്റ് സാൻഡാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ ഗ്രാവലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗ്രാവലിൻ്റെ എഡ്ജ് ചിലപ്പോൾ ഷാർപ്പായിരിക്കും. ഗോൾഡ് ഫിഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഈ സബ്സ്ട്രേറ്റ് ഇളക്കാനും വിഴുങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഗ്രാവൽ അഥവാ വിഴുങ്ങിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അവരുടെ മൗത്തിൽ ചെറിയ ഇഞ്ചുറി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതേസമയം സാൻഡ് ആണെങ്കിൽ അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. ഗോൾഡ് ഫിഷ് സേഫായിട്ടിരുന്നോളൂ. ഇനി നമുക്ക് ആ സാൻഡ് ഒന്ന് നിരപ്പാക്കാം. നിരപ്പാക്കുന്നതിന് വരെ ഞാൻ ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ടാണ് അക്വേറിയം സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അക്വേറിയത്തിൻ്റെ ഒരു ഡെപ്ത് തോന്നാൻ സഹായിക്കും. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അക്വേറിയത്തിലൂടെ ഒരു പ്ലാസ്റ്റിക് കവർ ഇറക്കി വെക്കുകയാണ്. ഇത് യൂസ് ചെയ്യുന്ന എന്തിനെന്ന് വെച്ചാൽ വെള്ളം ഫോഴ്സിൽ ഒഴിക്കുമ്പോഴേക്ക് സാൻഡ് കലങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് നിറച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ആ പ്ലാസ്റ്റിക് കവർ എടുത്ത് മാറ്റാം. ടാങ്കിൽ നൈട്രജൻ സൈക്കിൾ സ്റ്റാർട്ടാകാൻ വേണ്ടി ഞാൻ ഒരു പെല്ലറ്റ് വെള്ളത്തിലോട്ട് ഇടുകയാണ്. നിങ്ങൾക്ക് നൈട്രജൻ സൈക്കിൾ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ടാങ്ക് സൈക്കിളിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയി കാണുക. ഇനി നമുക്ക് അക്വേറിയത്തിലേക്കുള്ള പ്ലാന്റ്സ് സെറ്റാക്കാം. ഞാനിവിടെ അനൂബിയാസിൻ്റെ ഒരു വെറൈറ്റിയാണ് യൂസ് ചെയ്യുന്നത്. ഗോൾഡ് ഫിഷ് ടാങ്കിൽ ഒരിക്കലും നമുക്ക് സ്റ്റെം പ്ലാന്റ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഗോൾഡ് ഫിഷ് അവർക്ക് അടിച്ച് നശിപ്പിച്ച് കളയാൻ ചാൻസ് കൂടുതൽ. അതിന് പകരം നമ്മൾ അനൂബിയാസോ ജാവ ഫേണോ പോലുള്ള പ്ലാന്റ്സാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ വളർത്താനാകും. ഈ അനൂബിയാസ് എന്ന് പറയുന്ന ഒരു എപ്പിഫൈറ്റ് പ്ലാന്റ് ആണ്. അതായത് അവ കല്ലിലോ ഡ്രിഫ്റ്റ്വുഡിലൊക്കെ പറ്റിപ്പിടിച്ചാണ് വളരുന്നത്. നമ്മളവ മണ്ണിൽ കുഴിച്ചു വെച്ച് വളർത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഗോൾഡ് ഫിഷ് അത് പിഴുതെറിയുമെന്നുള്ളൊരു പേടി വേണ്ട. ഞാനൊരു സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് നമ്മുടെ ചെടി കല്ലിൽ ഒട്ടിച്ച് വയ്ക്കുകയാണ്. ഇതിനായിട്ട് നമുക്ക് ത്രെഡോ സൂപ്പർ ഗ്ലൂവോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ ചെടി സേഫായിട്ട് കല്ലിൽ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ. ഇത് പറഞ്ഞു പോകുന്നുള്ള പേടി വേണ്ട. ഞാനിനി നമ്മൾ നേരത്തെ ഒട്ടിച്ചെടുത്ത കല്ല് വെള്ളത്തിലോട്ട് ഇറക്കി വെക്കുകയാണ്. ഞാനിവിടെ കൂടുതലും റൗണ്ടഡ് ആയിട്ടുള്ള കല്ലുകളാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് കാരണം അഥവാ നമ്മൾ ഷാർപ്പായിട്ടുള്ള കല്ലുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എഡ്ജ് കൊണ്ട് ചിലപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ ശരീരം മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും സേഫ് ഇത്തരം റൗണ്ടഡ് ആയിട്ടുള്ള കല്ലുകളാണ്. അടുത്തതായി അക്വേറിയത്തിലൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്പോഞ്ച് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഈ അക്വേറിയത്തിന് ഇത് മതിയാവുമെന്ന് അറിയില്ല, പക്ഷേ തൽക്കാലം ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് പോരെങ്കിൽ ഞാൻ വേറൊരു ഫിൽറ്റർ സെറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. ഇനിയൊരു ഹീറ്ററും കൂടെ വെക്കേണ്ടതുണ്ട്. ഞാൻ യൂറോപ്പിലായതുകൊണ്ടാണ് ഇത് വെക്കുന്നത്.
നാട്ടിലാണെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ആവശ്യമില്ല. അവസാനമായിട്ട് കുറച്ച് ഫെർട്ടിലൈസർ പ്ലാന്റിന് വേണ്ടി വെള്ളത്തിലോട്ട് ആഡ് ചെയ്യുകയാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ടാങ്ക് ഏകദേശം സൈക്കിൾഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിനെ സേഫായിട്ട് അക്വേറിയത്തിലോട്ട് ഇറക്കാം. ഏകദേശം 20 മിനിറ്റ് നേരം ഞാൻ മീനെ കവറിൽ തന്നെ ഇട്ടിട്ടാണ് റിലീസ് ചെയ്യുന്നത്. അതാവുമ്പം അക്വേറിയത്തിലെ വെള്ളത്തിൻ്റെ ആ ടെമ്പറേച്ചറായിട്ട് മീൻ എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ആയിക്കോളും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഇത്തരം അക്വാസ്കേപ്പിംഗ് ആൻഡ് ഫിഷ് കീപ്പിംഗ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.